നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് IMA ജൂനിയർ ഡോക്ടർമാർ ന്യായവും സുതാര്യവുമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കത്തയച്ചു. അതിനിടെ നീറ്റ് ഗ്രേസ് മാർക്ക് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട് തേടി. വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ജിതിൻ ചന്ദ്രനും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പിള്ളയും ചേരുന്നു. ആദ്യം ജിതിനിലേക്ക് പോകുന്നു. ജിതിൻ, ഈ IMA ജൂനിയർ ഡോക്ടർമാർ നൽകിയ പരാതിയിൽ പറയുന്നത് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷ വീണ്ടും നടത്തണം എന്നാവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായ തെളിവുകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി. അതുകൊണ്ട് തന്നെ വ്യാപക വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഈ പരാതിയുടെ ഭാവി എന്താകും? വീട്ടു വളരെ പ്രസക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് IMAയുടെ കീഴിലുള്ള ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയായ IMA ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് NTA നാഷണൽ ടെസ്റ്റിംഗ് അക്കാദമിക്ക് ഈ പരാതികൾ നൽകിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതര ആരോപണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം പരീക്ഷ വീണ്ടും നടത്തണമെന്നതാണ്. വീണ്ടും പരീക്ഷ നടത്തി വീണ്ടും സുതാര്യമായ ഒരു പുനർമൂല്യനിർണ്ണയം നടത്തണം എന്ന് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ നിലവിൽ നടന്ന പരീക്ഷയെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് നേരത്തെ ഉയർന്ന ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന നൽകിയ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 67 വിദ്യാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും ലഭിച്ചു. 720 മാർക്ക് ലഭിച്ചു. അത് വളരെ അസാധാരണമാണ്. ഒപ്പം തന്നെ മറ്റ് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് 718 മാർക്ക്, 719 മാർക്ക് എന്നിവ ലഭിച്ചു. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ചോദ്യം എഴുതാതിരുന്നാൽ എല്ലാം തന്നെ ഇത്തരത്തിൽ മാർക്ക് ലഭിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് 718, 19 മാർക്കുകൾ ലഭിച്ചത്? അത് ഗ്രേസ് മാർക്ക് നൽകിയതുകൊണ്ടും നോർമലൈസേഷൻ കൊണ്ടുമാണ് എന്ന വിശദീകരണമാണ് NTA ആദ്യം നടത്തിയത്. അങ്ങനെയെങ്കിൽ അത് മറ്റ് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലവിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരു CBI അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 4-നാണ് ഈ നീറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചത്. അതായത് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമാണ്. എല്ലാവരുടെയും ശ്രദ്ധ തെരഞ്ഞെടുപ്പ് ഫലത്തിലാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പുറകെയാണ്. അങ്ങനെയുള്ള ഒരു ദിവസം എന്തിന് തിരക്ക് പിടിച്ച നീറ്റ് പരീക്ഷയുടെ ഫലം പുറത്തുവിട്ടു? അത് ഈ നീറ്റ് പരീക്ഷ ഫലത്തിലേക്ക് മാധ്യമ ശ്രദ്ധയും മറ്റ് പൊതുശ്രദ്ധയും വരാതിരിക്കാനാണ് എന്ന ആരോപണവും ഇവിടെ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം എന്ന തരത്തിൽ CBI അന്വേഷണം തന്നെ നിലവിൽ നടന്ന ക്രമക്കേട് ആരോപണങ്ങളിൽ നടത്തണം എന്ന ആവശ്യമാണ് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ വീണ്ടും നീറ്റ് പരീക്ഷ നടത്തുകയും അതിലൊരു സുതാര്യമായ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഈ നിലവിൽ ഉയർന്ന ക്രമക്കേട് ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് IMAയുടെ കീഴിലുള്ള ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന ഈ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഗ്രേസ് മാർക്ക് ചോദ്യം ചെയ്ത് ഹരിയാനയിൽ നിന്നുള്ള ഒരു പരീക്ഷാർത്ഥിയുടെ അമ്മ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഹർജിയിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് അക്കാദമിയോട് ഹൈക്കോടതി അവരുടെ മറുപടി തേടിയിരിക്കുകയാണ്, നിലപാട് തേടിയിരിക്കുകയാണ്. ആ നിലപാട് സമർപ്പിക്കാൻ ബുധനാഴ്ച വരെയുള്ള സമയമാണ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ആ ഹർജി വീണ്ടും വാദം കേൾക്കാനായി എടുക്കും. ഇന്നലെ കോൺഗ്രസും NSUIൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കനയ്യകുമാറും ഒരു വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണം, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും ജൂൺ 4-ന് പുറത്തു വന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ തൊട്ട് പിറ്റേ ദിവസമൊക്കെയാണ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം തന്നെ അത് ഉന്നയിക്കുകയും അത് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണ ആവശ്യം ശക്തമാവുകയാണ്. മെഡിക്കൽ രംഗത്തെ സംഘടനകളും ഒപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇക്കാര്യത്തിലൊരു അന്വേഷണം ഇനി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ശരി ജിതിൻ, തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പിള്ളയോട് നമുക്കിപ്പം ചേരുന്നു. ശ്രീദേവി, ഈ ഉയർന്ന സ്കോർ കിട്ടിയവരുടെ എണ്ണം ഇങ്ങനെ കൂടിയതുകൊണ്ട് കേരളത്തിലെ നീറ്റ് പ്രവേശനത്തെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? മീട്ടു, കേരളത്തിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആശങ്കകളാണ് ഈ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലെയുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഏജൻസി നടത്തുന്ന പരീക്ഷയുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നു, അത് കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇനിയും ഒരു പരീക്ഷയുണ്ടാകുമോ? ഇപ്പോൾ നടന്ന പരീക്ഷയുടെ ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോടതി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്നുള്ള ഒരാശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും അതുപോലെ മാതാപിതാക്കളെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുന്നത്. അതിന് എത്ര പേർക്ക് കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 3 അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ 640 സ്കോറുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും അവസാനം പ്രവേശനം നേടിയത്. എന്നാൽ ഇത്തവണ ഒരു നിമിഷം, ഇപ്പോൾ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ഫസൽ ഗഫൂർ ചേരുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഈ നീറ്റ് പരീക്ഷ JEE ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒട്ടേറെ ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതൊന്നും ഈ തരത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇത്തവണ ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് എന്താണ് പ്രതിവിധി? നീറ്റ് പരീക്ഷ എടുത്തു മാറ്റണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആദ്യം തൊട്ടട്ടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ, കേരളം മാതിരി ഉള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ തമിഴ്നാട് മാതിരി ഒരു സംസ്ഥാനം മാതിരിയല്ല വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ. ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. വ്യാപകമായ തോതിൽ തിരിമറി നടക്കാൻ സാധ്യതയുള്ളതാണ് അവിടെ. അപ്പൊ നമുക്ക് വ്യാപകം സ്കാം അറിയാലോ, മധ്യപ്രദേശിൽ നടന്നിട്ടുള്ളത്.
അതേമാതിരി തന്നെ നമുക്കറിയാം ബീഹാറിൽ വ്യാപകമായി കോപ്പിയടി വന്നതിന് ശേഷം ഗവൺമെന്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ് അവിടുത്തെ എൻട്രൻസ് എക്സാം. അപ്പൊ ആ നിലക്ക് ഈ തരത്തിലുള്ള ഈ ഒരു ഗ്രാമീണ വിദ്യാർത്ഥികളും നഗര വിദ്യാർത്ഥികളും തമ്മിൽ വലിയ കോച്ചിങ് ക്ലാസ്സുകളും മറ്റുള്ള സംരംഭങ്ങൾ കാരണം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തിരിമറി ഉണ്ടാവാൻ ഏറ്റവും ഭയങ്കര സാധ്യതയുള്ള ഒരു സംഭവമാണത്. അതേസമയം പ്രാദേശികമായിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ തിരിമറിക്ക് സാധ്യതകൾ വളരെ കുറയും. അതുകൊണ്ട് വ്യക്തമായിട്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് NESന്റെ സ്റ്റാൻഡ് സംസ്ഥാനങ്ങൾക്ക് എടുത്തിട്ടുള്ള സീറ്റുകൾ അവർക്ക് തിരിച്ചു കൊടുക്കുക, സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ആ സംസ്ഥാനം അതിന്റെ എൻട്രൻസ് എക്സാം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ മുൻ ഗവൺമെന്റ് മനസ്സിലായ എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിച്ചിരുന്ന മാതിരി ഇത് അടിച്ചേൽപ്പിച്ച ഒരു സംഭവമാണ്. യെസ്, ഈ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അതിനുവേണ്ടി വളരെ കഠിനമായ പരിശീലനവും പ്രയത്നവും ഒക്കെ നടത്തിയാണ് വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുന്നത്. അങ്ങനെ ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിപ്പോൾ നമുക്ക് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇടപെടൽ എന്താണ്? പരീക്ഷ വീണ്ടും നടത്തുക എന്നത് പ്രായോഗികമായ ഒരു പ്രതിവിധിയാണോ? അല്ലാതെ പരീക്ഷ വ്യാപകമായിട്ട് നടത്തേണ്ടി വരും. ഇതിന് മുമ്പും ഒരുപാട് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത് ഒരുപാട് പല സ്റ്റേറ്റുകളിലൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുള്ളതല്ലേ. അത് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യാപം സ്കാംമാര് ഒരു സംഭവം നടക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ നടന്നാണ്. പിന്നെ അതുകൊണ്ട് ഇതിനൊരു വിട്ടുവെച്ചില്ല, ഇത് ക്യാൻസൽ ചെയ്യേണ്ടത് ഗവൺമെന്റ് അന്വേഷിച്ചതിന് ശേഷം ഇത് ക്യാൻസൽ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് എത്ര സമയം നീട്ടി കാര്യങ്ങൾ? അത് മാത്രമല്ല വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വെച്ചാൽ ഞാൻ വേറെ കണക്കും കൂടെ പറയാം. 50% വിദ്യാർത്ഥികൾ ഇതിൽ പാസ്സാവുന്നത് 3ാമത്തെ അറ്റംപ്റ്റിലാണ്. അത് തന്നെ അതിന്റെ മെറിറ്റിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? 3ാമത്തെ അറ്റംപ്റ്റിലാണ്. ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നത് ആകെ 10% വിദ്യാർത്ഥികളാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ നോക്കണ്ട. എന്തെങ്കിലും തരത്തിലുള്ള തിരിമറി ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ടെസ്റ്റുകൾ സ്റ്റേറ്റ് വൈഡായിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. യെസ്, വളരെ നന്ദി ശ്രീ ഫസൽ ഗഫൂർ പ്രതികരിച്ചതിന്. എന്തായാലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ വലിയ വിവാദമായി മാറുകയാണ്. വീണ്ടും പരീക്ഷ നടത്തണം എന്നാണ് IMA ഡോക്ടർമാരുടെ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം. ഇപ്പോൾ VD സതീശൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. മഹാഭാരതത്തിൽ